ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആട്രിബ്യൂഷൻ ശാസ്ത്രം ദുരന്തങ്ങളെ പുറന്തള്ളുന്നവരുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമകരമായ ജോലി, അല്ലെങ്കിൽ ദുരന്തങ്ങളെ മലിനീകരണത്തിന് കാരണക്കാരുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ദുഷ്കരമായ ദൗത്യം. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 2100 വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള കാലത്തിനേക്കാൾ 2 ഡിഗ്രിയിൽ അധികം ഭൂമിയുടെ ഉപരിതലം ചൂടാകാൻ സാധ്യതയുണ്ട്. ഇത് ആവാസ വ്യവസ്ഥകൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും ജീവൻ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും. ഈ സാഹചര്യത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ആട്രിബ്യൂഷന്റെ കാരണം നിർണ്ണയിക്കലിന്റെ വിശ്വാസ്യത ഗവൺമെന്റുകളുടെ, ബാങ്കുകളുടെയും കോടതികളിലും ജനതകളും എങ്ങനെ പ്രതികരിക്കും എന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഇവയെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. മലിനീകരണ ദുരന്തങ്ങൾ, കാരണങ്ങളും ആട്രിബ്യൂഷൻ ശാസ്ത്രവും. നവംബർ 12 ഡൽഹിയിലെ വായു പ്രകടമായി ശ്വാസം മുട്ടിക്കുന്ന നിലയിലായി. തലസ്ഥാനത്തെ മൂടിയ കട്ടിയുള്ള പുകമഞ്ഞ് കാരണം ശരാശരി എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI 400-ൽ അധികമായി രേഖപ്പെടുത്തി. മലിനീകരണം അതീവ ഗുരുതരം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഈ ആവർത്തിച്ചുള്ള പ്രതിസന്ധിക്ക് കാരണമായേക്കാവുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ഡൽഹി നിവാസികൾ നവംബർ 9 ഇന്ത്യ ഗേറ്റിന് സമീപം പ്രതിഷേധിച്ചു. പലരെയും തടഞ്ഞുവെച്ചു. ഇതിനിടെ ഏപ്രിലിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMD പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയും ചേർന്ന് 3 പതിറ്റാണ്ടായി നടത്തിയ ഒരു പഠനം പുറത്തിറക്കി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളുടെയും മഴവെള്ളം കൂടുതൽ അമാൽഗ ഗുണമുള്ളതായി, അസിഡിക് മാറിക്കൊണ്ടിരിക്കുന്നതായി ഈ പഠനം സ്ഥാപിച്ചു. ഓഗസ്റ്റിൽ മറ്റൊരു പാരിസ്ഥിതിക ദുരന്തമുണ്ടായി. ഇത്തവണ ഹിമാലയത്തിൽ ഉത്തർകാശിയിൽ പെരുമഴ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആളുകളെയും കെട്ടിടങ്ങളെയും ഒലിച്ചു പോവുകയും ചെയ്തു. ഇതൊരു ഹിമതടാകം പൊട്ടിയതിന്റെ ഫലമാണെന്നാണ് റിപ്പോർട്ട്. അളവിൽ ചെറുതായിരുന്നെങ്കിലും 2013 കേദാർനാഥ് ദുരന്തത്തെ ഇത് ഓർമ്മിപ്പിച്ചു. അന്നൊരു മണ്ണിടിച്ചിൽ കാരണം ചോരാബാരി തടാകത്തിന്റെ തീരം തകരുകയും മിനിറ്റുകൾക്കുള്ളിൽ 262 ദശലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തതിനെ തുടർന്ന് 6000-ലധികം ആളുകൾ മരിച്ചു. 2006 സുനാമിക്ക് ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തമായിരുന്നു അത്. യഥാർത്ഥ ലോക മോഡലുകൾ. എന്നാൽ ഈ പാരിസ്ഥിതിക ദുരന്തങ്ങളെല്ലാം മനുഷ്യനിർമ്മിത കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അതൊരു ചോദ്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ഗൃഹവാതകങ്ങൾ കാരണം വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള കാലത്തേക്കാൾ 1 ഡിഗ്രിയിൽ അധികം ഭൂമി ചൂടായി എന്നത് തർക്കമില്ലാത്ത വസ്തുതയായിരിക്കെ, പ്രാദേശിക ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന പ്രാദേശിക സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു മേഘവിസ്ഫോടനത്തിനോ ചുഴലിക്കാറ്റിനോ സാധ്യത കൂട്ടിയത് കാലാവസ്ഥാ മാറ്റമാണെന്ന് നമുക്ക് എത്രത്തോളം ഉറപ്പിക്കാൻ കഴിയും? ഇവിടെയാണ് കാലാവസ്ഥ ആട്രിബ്യൂഷൻ ശാസ്ത്രം, ക്ലൈമറ്റ് ആട്രിബ്യൂഷൻ സയൻസ് പ്രസക്തമാകുന്നത്. ഒരു സംഭവത്തിന്റെ സാധ്യതയോ അതിന്റെ തീവ്രതയോ ദൈർഘ്യത്തെയോ ആവൃത്തിയെയോ കാലാവസ്ഥാ മാറ്റം എങ്ങനെ മാറ്റുന്നു എന്ന് കണക്കാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണിത്. കാലാവസ്ഥാ മാറ്റം സംഭവിക്കാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ മോഡലുകൾ ശ്രമിക്കുന്നു. എന്നിട്ട് സംഭവങ്ങൾ നടന്ന യഥാർത്ഥ ലോകത്തെ നോക്കുന്നു. ഭൗമ സംവിധാന ശാസ്ത്രജ്ഞരായ രഘുമൂർത്തി വിശദീകരിച്ചു. മോഡലുകൾക്ക് പോരായ്മകളുണ്ട്. കൂടാതെ നിങ്ങൾ ഏത് മാറ്റമാണ് കണക്കാക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കും. ഒരു സംഭവം സ്വാഭാവികമായി സംഭവിച്ചതാകാം, പക്ഷേ ആട്രിബ്യൂഷൻ വിശകലനം പറയുന്നത് അതിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിച്ചത് കാലാവസ്ഥാ മാറ്റം എന്നായിരിക്കും. അദ്ദേഹം ഇതാണ് പറഞ്ഞത്. പൊതുവെ പറഞ്ഞാൽ ഉഷ്ണതരംഗങ്ങളുടെ ആട്രിബ്യൂഷൻ അതിശക്തമായ മഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ആട്രിബ്യൂഷനേക്കാൾ കൂടുതൽ കൃത്യമുള്ളതാണ് എന്ന് ദിവെച്ച് സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിലെ ഓണററി പ്രൊഫസറായ G. ശ്രീനിവാസൻ പറയുന്നു. യൂറോപ്പിലോ ഏഷ്യയിലോ ഒരു വലിയ ഉഷ്ണതരംഗമുണ്ടായാൽ ആ പ്രത്യേക ഉഷ്ണതരംഗത്തിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവ് എത്രത്തോളം സംഭാവന നൽകി എന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കാൻ ശ്രമിക്കുന്നു. ആ പ്രദേശത്തെ മുൻ ഉഷ്ണതരംഗങ്ങളെ അനുകരിക്കുന്നതിൽ മോഡൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ അവരുടെ ആട്രിബ്യൂഷൻ കൃത്യമായിരിക്കും, പ്രൊഫസർ ശ്രീനിവാസൻ പറഞ്ഞു. ഉദാഹരണത്തിന്, വിശാഖപട്ടണത്തിലെ
ആസിഡ് മഴ സമീപത്തുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കൊപ്പം ഒരു പവർ പ്ലാന്റിൽ നിന്നും കപ്പൽശാലയിൽ നിന്നുമുള്ള ഫോസിൽ ഇന്ധനത്തിന്റെ പുറന്തള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിലെ കടുത്ത മലിനീകരണം നഗരത്തിലെ നിരവധി വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡുമായി കാലാനുസൃതമായി അയൽ സംസ്ഥാനങ്ങളിലെ വിള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ഇത് ഓർഗാനിക് എയറോസോളുകൾ പുറപ്പെടുവിക്കുന്നു. ദീപാവലി സമയത്ത് നിയന്ത്രണമില്ലാത്ത പടക്കങ്ങളും ഉപയോഗിക്കുകയും പ്രത്യേക കാറ്റ് രീതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പോയിന്റ് സ്രോതസ്സുകൾ തിരിച്ചറിയൽ. ഈ വർഷം ആദ്യം യൂട്ടോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ 2013 കേദാർനാഥ് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കുകയും ആട്രിബ്യൂഷൻ വിശകലനത്തിലൂടെ അന്തരീക്ഷത്തിലെ വർദ്ധിച്ച ഹരിത ഗൃഹവാതകങ്ങളുടെ എയറോസോളുകളും കാരണം 1980കളുടെ അവസാനം മുതൽ വടക്കേ ഇന്ത്യയിൽ ജൂൺ മാസത്തെ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. പുറന്തള്ളലുകളുടെ ആട്രിബ്യൂഷൻ രണ്ട് രൂപങ്ങളുണ്ട് എന്ന് ഊർജം, കാലാവസ്ഥാ മാറ്റം, സുസ്ഥിര വികസന പ്രശ്നങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രൊഫസറായ അമിത് ഗർഗ് പറയുന്നു. പുറന്തള്ളലുകളുടെ പോയിന്റ് സ്രോതസ്സുകൾ അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് എന്നാൽ പവർ പ്ലാന്റുകൾ, സ്റ്റീൽ പ്ലാന്റുകൾ, സിമന്റ് പ്ലാന്റുകൾ എന്നിവ പോലുള്ള ഒരു സ്ഥലത്തെ വലിയ സ്രോതസ്സുകളാണ്. അതേസമയം നോൺ പോയിന്റ് സ്രോതസ്സുകൾ എന്നാൽ കാറുകളും നെൽവയലുകളും പോലുള്ള ചിതറിക്കിടക്കുന്ന സ്രോതസ്സുകളാണ്. ഇന്ത്യയുടെ കൽക്കരി നഗരമായ ജാർഖണ്ഡിലെ ധൻബാദിലെ മഴയുടെ രാസഘടനയെക്കുറിച്ച് 2007 എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് അസസ്മെന്റ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അന്വേഷിച്ചിരുന്ന മഴവെള്ള സാമ്പിളുകളുടെ ശരാശരി pH 5.37 ആണെന്ന് കണ്ടെത്തി. ഇത് മഴവെള്ളത്തിന്റെ അമ്ലഗുണത്തെ സൂചിപ്പിക്കുന്നു. ഉത്തരവാദികളായ പുറന്തള്ളലുകളുടെ പോയിന്റ് സ്രോതസ് ഗവേഷകർ ഇങ്ങനെയാണ് കണ്ടെത്തിയത്. ധൻബാദിലെ ഝരിയയിലെ കൽക്കരി ഖനനം മീഥൈൻ, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ കൂടാതെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ രാസപ്രവർത്തനങ്ങൾക്ക് ഉത്തേജക കേന്ദ്രമായി പ്രവർത്തിക്കുകയും പുകമഞ്ഞ്, ആസിഡ് മഴ തുടങ്ങിയ ദ്വിതീയ മലിനീകരണ വസ്തുതകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് ഇന്റർനാഷണൽ ജേണൽ ഓഫ് സയന്റിഫിക് റിസർച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 2025 ഒരു ലേഖനം പറയുന്നു. വളർന്നു വരുന്ന ശാസ്ത്രം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലാവസ്ഥ ആട്രിബ്യൂഷൻ ശാസ്ത്രം ഇപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഉദാഹരണത്തിന് കെമിക്കൽ ട്രാൻസ്പോർട്ട് മോഡലിംഗ് വഴി ഇപ്പോൾ പുകയുടെ സഞ്ചാരപഥം കണ്ടെത്താനും ഉപഗ്രഹങ്ങൾ വഴി പുറന്തള്ളലുകൾ നിരീക്ഷിക്കാനും കഴിയുകയും കൂടാതെ മോഡൽ റെസല്യൂഷനിലെ വർധനവ് ആട്രിബ്യൂഷൻ കൃത്യത മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രൊഫസർ ശ്രീനിവാസൻ പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുന്നതനുസരിച്ച് സിമുലേഷനിലെ ഉഷ്ണതരംഗങ്ങളുടെയോ വെള്ളപ്പൊക്കങ്ങളുടെയോ എണ്ണം വർദ്ധിപ്പിക്കുന്നെങ്കിൽ വെള്ളപ്പൊക്കത്തിലോ ഉഷ്ണതരംഗങ്ങളിലോ ഉണ്ടായ വർധന കാരണം കാർബൺ ഡയോക്സൈഡിലെ വർധനമാണോ എന്നും കണക്കാക്കാൻ നമുക്ക് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിക്കാം. ഉയർന്ന കടൽ ഉപരിതല താപനില കാരണം ചുഴലിക്കാറ്റുകൾ അതിവേഗം ശക്തമാകുന്നു എന്ന് ഉപഗ്രഹ നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ആഗോളതാപനം കാരണം അന്തരീക്ഷത്തിലെ നീരാവി വർദ്ധിക്കുന്നു. IMDയിലെ നിന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമായി. അതുവഴി ചുഴലിക്കാറ്റുകൾ മൂലമുള്ള മരണസംഖ്യ ഗണ്യമായി കുറഞ്ഞു. എന്നാൽ ആവശ്യത്തിന് ഡാറ്റ ഇല്ലാത്തപ്പോൾ ഗവേഷകർ ഗ്രഹത്തിന്റെ കാലാവസ്ഥാ മോഡലുകൾ ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളലുകളോ മറ്റ് നരവംശപരമായ പ്രേരകങ്ങളോ വർദ്ധിപ്പിക്കാത്ത പ്രവർത്തിപ്പിക്കുന്നു. മതിയായ ഡാറ്റ ഉള്ളിടത്ത് മനുഷ്യന്റെ സ്വാധീനം താരതമ്യേന കുറവായിരുന്ന ഒരു കാലഘട്ടവുമായി ഇന്നത്തെ അവസ്ഥകൾ താരതമ്യം ചെയ്യാൻ അവർ ഡാറ്റയിലെ ട്രെൻഡുകൾ ഉപയോഗിക്കുന്നു എന്ന് പ്രൊഫസർ മൂർത്തുഗൂഡൈ 2024 ഒരു ചർച്ചയിൽ പറഞ്ഞു. മെച്ചപ്പെടുത്തേണ്ട ഒരു കാലാവസ്ഥ ആട്രിബ്യൂഷൻ മോഡൽ പ്രതിശീർഷ അവകാശങ്ങൾ പെർ ക്യാപിറ്റ എൻറ്റൈറ്റിൽമെന്റ് ആണെന്ന് പ്രൊഫസർ ഗാർഗ് പറയുന്നു. നീതിക്കും സമത്വത്തിനും വേണ്ടി എല്ലാ രാജ്യങ്ങളിലെയും തലമുറകളിലെയും ജനസംഖ്യകളിലുടനീളമുള്ള ഹരിത ഗൃഹവാതക പുറന്തള്ളലുകൾക്കുള്ള പ്രതിശീർഷ അവകാശങ്ങളുടെയും തുല്യമായ കാലാവസ്ഥ അപകട സാധ്യത കവറേജും കാലാവസ്ഥ ആട്രിബ്യൂഷൻ ആവശ്യമാണ്. സൈദ്ധാന്തികമായി ആട്രിബ്യൂഷൻ ഉത്തരവാദിത്തം നിശ്ചയിക്കുന്നുള്ള ഒരു മാർഗമായി മാറാനും കഴിയും. പ്രത്യേകിച്ച് സമ്പന്നരും വികസിതരുമായ രാജ്യങ്ങൾക്ക്
പ്രൊഫസർ ഗാർഗെ പറഞ്ഞതുപോലെ 1850-കളിൽ മുതൽ നിയന്ത്രണങ്ങളില്ലാതെ ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളിയതിൻ്റെ ഫലമായി വികസ്വര രാജ്യങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ദരിദ്രർക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും അവർ പണം നൽകാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ആഗോളതലത്തിലെ മൊത്തം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളലിലെ 1850 മുതൽ ഇന്ത്യയുടെ സംഭാവന 6% താഴെയാണെന്ന് പ്രൊഫസർ ശ്രീനിവാസൻ പറഞ്ഞു. അതുകൊണ്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ പ്രസക്തം അടുത്ത 50 വർഷത്തേക്ക് നമ്മൾ എന്താണ് ആസൂത്രണം ചെയ്യുന്നത് എന്നതാണ്. സൗരോർജ്ജ, കാറ്റാടി ഊർജ്ജ പ്ലാന്റുകൾ ഇന്ത്യ നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ബാറ്ററികളുടെ കാര്യത്തിൽ വസ്തുക്കളുടെ ലഭ്യത ഒരു തടസ്സമായേക്കാം. കോടതിയിലേക്ക് 2025 ഏപ്രിലിൽ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഒരു പടി കൂടി മുന്നോട്ട് പോയി ഇങ്ങനെ ചോദിച്ചു: കാലാവസ്ഥയ്ക്ക് നാശമുണ്ടാക്കേണ്ടതിന് ആർക്കെങ്കിലും എതിരെ കേസെടുക്കാൻ എന്നെങ്കിലും കഴിയുമോ? കാരണം ലേഖനം പറയുന്നു, ഫോസിൽ ഇന്ധന നിർമ്മാതാക്കളെ ചൂട് മൂലമുള്ള പ്രത്യേക നാശനഷ്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആട്രിബ്യൂഷൻ ശാസ്ത്രവും നിയമപരമായ സാധ്യതകൾ ഇപ്പോൾ ലഭ്യമാണ്. പ്രധാന ഫോസിൽ ഇന്ധന കമ്പനികളിൽ നിന്നുള്ള പുറന്തള്ളൽ ഡേറ്റയും അനുഭവപരമായ കാലാവസ്ഥാ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളും ഉപയോഗിച്ച് രചയിതാക്കൾ വ്യക്തിഗത കമ്പനികളുടെ പുറന്തള്ളൽ മൂലമുണ്ടാകുക അത്യുഷ്ണം കാരണം സംഭവിച്ച ട്രില്യൺ കണക്കിന് സാമ്പത്തിക നഷ്ടങ്ങൾ വിവരിച്ചു. വെള്ളപ്പൊക്കം, വരൾച്ച, അത്യുഷ്ണം തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ജീവിതം താളം തെറ്റിക്കുമ്പോൾ അവയെ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ കേടുപാടുകൾ സംഭവിച്ച കക്ഷികൾക്ക് കോടതി വഴി നഷ്ടപരിഹാരത്തിനോ നിരോധന ഉത്തരവാദിത്തത്തിനോ വേണ്ടി അപേക്ഷിക്കുന്നതുമാണ് ഇനിയും യുക്തി. ഇന്ന് പറഞ്ഞ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.